ജോസിൽ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൗത്യ സംഘം വെടിവെച്ച സ്ഥലത്ത് നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വെടിവെച്ച ശേഷം ദൗത്യ സേനാംഗങ്ങൾ ഒരടി പിന്നോട്ട് മാറിയിരുന്നു. ഇപ്പോൾ വീണ്ടും അവർ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒന്നുകിൽ കടുവ മയക്ക് വെടി വെച്ചതിൻ്റെ ആ സ്ഥലത്ത് വീണിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ടാകാം. ഈ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ദൗത്യ സംഘം വീണ്ടും കടുവയ്ക്കരികിലേക്ക് പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ്. ജോസിൽ, തീർച്ചയായിട്ടും അത്തരത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കടുവ ദൗത്യ സംഘം വീണ്ടും വെടിവെച്ചു എന്നുള്ള വീണ്ടും വെടിവെച്ചു. കടുവ ആ ദൗത്യ സംഘത്തിന് നേർക്ക് വന്നോ എന്നൊരു സംശയമുണ്ട് ജോസിൽ. ഏതായാലും വീണ്ടും ഒരു വെടിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ കടുവ ആ സ്ഥലത്ത് തന്നെയുണ്ട്, ദൗത്യ സംഘത്തിന് തൊട്ട് മുന്നിൽ തന്നെയുണ്ട്. ജോസിൽ, പറയാം, എന്താണ് അവിടെ നിന്ന് കണ്ട കാര്യങ്ങൾ? തീർച്ചയായിട്ടും അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പുറകോട്ട് ഓടുന്ന ഒരവസ്ഥയുണ്ട്. പടക്കം പൊട്ടിച്ച് ഈ കടുവയെ കുറച്ചുകൂടെ തുരത്താനുള്ള ശ്രമം നടത്തിയതാണോ എന്നുള്ളതുണ്ട്. ഏതായാലും കടുവ ഇച്ചിരി മുമ്പ് അവിടെ ഗുരുതരമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാകുന്നത്. എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കും കൃത്യമായി പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്.